ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേരാം. അടിപൊളി മാർക്കറ്റായിരുന്നു ഇന്നത്തെ ഓപ്ഷൻസിൽ വന്നിരുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ 11th ഫെബ്രുവരി ആണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയാണ് വൺ സൈഡ് മൊമെന്റ് തന്നെയായിരുന്നു. നല്ലൊരു ഹ്യൂജ് ഡൗൺ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ലക്ഷങ്ങൾ ഏൺ ചെയ്യാനുള്ളൊരു വകുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു എൻട്രി കഴിഞ്ഞ് അടുത്ത എൻട്രി എടുക്കണം. അത് ഇത്രയും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആണോ, നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ആ സപ്പോർട്ടും റെസിസ്റ്റൻസും അതേപോലെ തന്നെ നമ്മുടെ കൺഫർമേഷൻ ലെവൽസും വെച്ചിട്ട് നമുക്ക് കണക്കാക്കാനും നമുക്ക് ഹോൾഡ് ചെയ്യാനും, അതായത് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന്. അപ്പം എങ്ങനെ ഇതിനകത്തുനിന്നൊരു നമുക്ക് ട്രേഡ് എടുക്കാം, നമുക്ക് എങ്ങനെ ഇതിനകത്ത് നമ്മൾ സോഫ്റ്റ് വർക്ക് ചെയ്യുന്നു എന്ന് ലൈവിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഫ്രീ ലൈവ് ഡെമോ, 1 day ലൈവ് ട്രേഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി അല്ലാണ്ട് ഞാൻ ക്രൂഡ് ഓയിലിൻ്റെ മൊമെൻറ്റും കൂടെ കാണിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസം കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന വിധം ഇന്ന് ക്രൂഡ് ഓയിലും നല്ല മൊമെൻറ്റ് ഇപ്പോഴും റണ്ണിങ് ആണ്. നമുക്ക് നല്ല മൊമെൻറ്റ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂവേഷൻ മാർക്കറ്റാണ് നടക്കുന്നത്. കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ എവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നത്? ഇപ്പോൾ ഇത് ഇന്നലെ മിനിങ്ങാന്ന് വന്നപ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിൽ കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കുന്ന ആ ട്രെൻഡ് ലൈനും നമുക്ക് ആ റെസിസ്റ്റൻസ് സപ്പോർട്ടും വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാം. അപ്പോൾ അതും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട വിധം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു സിഗ്നൽ വന്നു. ഇപ്പോൾ ഈ സിഗ്നൽ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന 3 മണിക്കാണ്. 3 മണിക്ക് 5 മിനിറ്റ് മുമ്പ് വന്നതാണ്. അതിന് എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കൺഫേം അല്ല. കാരണം കൺഫേംഡ് അല്ല എന്ന് പറയാൻ കാരണം നമുക്കൊരു സിഗ്നൽസ് വന്നാൽ സോഫ്റ്റ് അലേർട്ട് തരും, ഡീറ്റെയിൽസ് മുകളിൽ താഴെ. പക്ഷേ നമുക്കൊരു കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ബൈ വന്നു, പക്ഷേ ഇവിടെ ക്യാൻഡിൽ കളർ ഗ്രീനും താഴെ ഗ്രീനും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബൈ നേരെ തിരിച്ചാണ്. ഇവിടെ ഒരു കൺഫർമേഷൻ ലെവൽ മാച്ചിങ് അല്ല. പക്ഷേ സെല്ലാണെങ്കിൽ തിരിച്ചാണ്. സെല്ല് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. നമുക്ക് ആ ക്യാൻഡിൽ തന്നെ കൺഫേം ആയി. താഴെ ഓൾറെഡി റെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ അവിടെ എടുത്തില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിന്നെയും ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെയും ട്രേഡ് ഇവിടം വരെ മാർക്കറ്റ് തിരിച്ചിറങ്ങി. അപ്പോൾ അവിടെ ഒരു വോളി ഇല്ലാത്ത ഒരു ചെറുതായിട്ട് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് ചെറുതായിട്ട് തിരിച്ച് കയറാൻ നോക്കി. ഇപ്പോൾ ഈ കയറ്റത്തിൽ നമുക്ക് മനസ്സിലാകുന്ന പറഞ്ഞാൽ ഇവിടെ ലൈൻ മാത്രം ഗ്രീൻ ആവുകയും. അപ്പോൾ പക്ഷേ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ സോഫ്റ്റ് പറയുന്നില്ല. കാരണം അവിടെ റെഡ് സെല്ല് തന്നെയാണെന്നാണ് പറയുന്നത്. നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം എന്നുള്ളൊരു, കാരണം പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. ഇൻ കേസ് നമുക്ക് ആക്ച്വലി അവിടെ പ്രോഫിറ്റ് ലെവൽ കുറയുന്നുണ്ടെങ്കിൽ വേണേൽ നമുക്ക് ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങി തിരിച്ച് രണ്ടാമത് ഇറങ്ങുമ്പോൾ എൻട്രി എടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഹ്യൂജ് ഡൗൺ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ആ സപ്പോർട്ട് ലെവൽ വെച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ ലെവൽ വെച്ച് ഇപ്പോൾ ഈ സപ്പോർട്ട് സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പോൾ ലെങ്തി ആയിട്ടുള്ള സപ്പോർട്ടാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ട്രോങ് ഡൗൺ ആണെന്ന്. അപ്പം നമുക്ക് അവിടുന്ന് കണ്ണും പൂട്ടി നമുക്ക് എൻട്രി ചെയ്യാം. നല്ലൊരു റിട്ടേൺസ് ആണ് നമുക്ക് അവിടുന്ന് വരുന്നത്. കാരണം സ്ട്രോങ് സപ്പോർട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഡൗൺ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം എക്സിറ്റ് സിമ്പിൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നിൽ നമുക്ക് 3 തരത്തിൽ എക്സിറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കിയിട്ട്, അല്ലെങ്കിൽ കളർ ചേഞ്ച് നോക്കിയിട്ട് നമുക്ക്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഒരു അപ്പ് കയറുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റിന് ഒന്നില്ല ആ ട്രെൻഡ് ലൈൻ നോക്കുക. ഇപ്പോൾ കുറേ നേരം തങ്ങി നിന്ന് ആ റേറ്റ് തങ്ങി നിന്ന് സപ്പോർട്ടോ റെസിസ്റ്റൻസോ കട്ട് ചെയ്യുന്നില്ല, തിരിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ലെവലൊക്കെ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് വിടാം. മനസ്സിലായി? ഇപ്പോൾ കുറേ നേരം ആ റേറ്റിൽ തന്നെ തങ്ങി. ചില സമയത്ത് മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും ഹ്യൂജ് ഡൗൺ വരുന്ന സമയത്ത് നമുക്ക് ആ ട്രെൻഡ് ലൈൻ നോക്കി വെച്ചാൽ മതി. അഥവാ മാർക്കറ്റ് വോളറ്റൈൽ മാർക്കറ്റാണ്, നമുക്കൊരു റേഞ്ചിലാണ് തങ്ങി കിടക്കുന്നത്. പിന്നെ ഇത്രയും ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് കയറുന്നുണ്ട്. അങ്ങനത്തെ ലെവലൊക്കെ നമുക്ക് സൈഡ് വേസ് വെച്ചിട്ടോ പിന്നെ ആ റെസിസ്റ്റൻസ് സപ്പോർട്ടും ബ്രേക്ക് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനിൽ കുറേ നേരം ആ റേഞ്ചിൽ തങ്ങി കിടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് വേണം വിടാൻ പറ്റും. ഓക്കെ, നല്ല ഹ്യൂജ് ഡൗൺ അപ്പുള്ള മാർക്കറ്റിലൊക്കെ ട്രെൻഡ് ലൈൻ നോക്കി വെച്ചാൽ മതി. ഈ ലൈൻ വൈസ് വെച്ച് നോക്കിയാൽ നമുക്ക് എക്സിറ്റ് അടിക്കാനുള്ള നമുക്ക് കറക്റ്റ് പൊസിഷൻ അവിടെ നിന്ന് തരും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫേക്ക് അപ്പ് ഡൗൺസ് തിരിച്ചറിയാം. ഇപ്പം ഒരു ട്രേഡ് എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കണം, അടുത്ത ട്രേഡ് ഇവിടെ നിന്നാണ്, നമുക്ക് ഇതുപോലത്തെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പം മാർക്കറ്റ് ലൈവിൽ കാണിച്ചു തരുന്നത്. കാരണം ലൈവിൽ കാണിച്ചു തരും നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ലൈവ് പെർഫോമൻസ് കിട്ടുന്നതാണ്. അതോടൊപ്പം ഇപ്പം ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ 2 ദിവസമായിട്ട് നമുക്ക് ബൈ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 15 മിനിറ്റാണ് വെക്കേണ്ടത്. ഇതിനകത്ത് 5 മിനിറ്റ്സ് നമുക്ക് സ്കാൽപ്പിംഗ് ആണ്. ഇപ്പോൾ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു ബൈ ഒരു സെല്ലും വന്നിട്ടുണ്ട്. പക്ഷേ സെല്ല് ചെറുതായിട്ട് ഇറങ്ങി തിരിച്ചു പോയി. പക്ഷേ അത് 15 നോക്കുമ്പോൾ അവിടെ ഒരു ബൈ തന്നിട്ടില്ല, അല്ല സെല്ല് തന്നിട്ടില്ല. അതിനകത്ത് അവിടെ സെല്ലില്ല. തിരിച്ചു കയറുമ്പോൾ നമുക്ക് ഇവിടെ ഈ സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ 2 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് അടിച്ച് സപ്പോർട്ട് അവിടെ ടച്ച് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കണം. കാരണം ഇപ്പോഴും അവിടെ നിന്ന് ഒരു എക്സിറ്റ് ചെയ്യാൻ പറയുന്നില്ല. കാരണം ഇപ്പോഴും
ആ ഒരു പോർഷൻ അവിടെ നിന്ന് ഇപ്പോഴും റണ്ണിങ് ആണ്. കാരണം എടുത്ത ട്രേഡുകൾ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ലൈവിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.